ഹലോ ഗുട്ടൻ ടാഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദി പ്ലൂരലാണ്. പ്ലൂരൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായി വരുന്നത്. നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്കുലിനായി വരുന്നതാണ്. ദിയ ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡോഗിൻ്റെ പടം കാണുന്നില്ലേ? ഡോഗിനെ നമ്മൾ ദിയ ഹുണ്ട് എന്നാണ് ജർമ്മനിൽ പറയാം. ഈ ദിയ ഹുണ്ട് എന്ന മസ്കുലിൻ ആയിട്ടുള്ള ഡോഗ് പ്ലൂരലാകുമ്പോൾ ഡി ഹുണ്ടയായി മാറുന്നു. ആ ഡീന് ശേഷം നമ്മളൊരു ഇ ജർമ്മനിൽ പറയുകയാണെങ്കിൽ എ ആഡ് ചെയ്ത് കൊടുത്തു. സെറ്റല്ലേ? അപ്പോൾ മസ്കുലിൻ വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എൻ്റെ മുന്നിലൊരു ഇ ജർമ്മനിൽ എ എന്ന് പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദിയ ഹുണ്ട് ദി ഹുണ്ടയായി. ഇനി നമ്മൾ ഫെമിനിൻ വരുമ്പോൾ ദി ബ്ലൂമേ. ദി ബ്ലൂമേ എന്ന് പറയുമ്പോൾ ഫ്ലവർ എന്നാണ്. അതൊരു ഫെമിനിൻ ആയിട്ട് വരുന്നതാണ്. അത് പ്ലൂരാലായി വരുമ്പോൾ ദി ബ്ലൂമനായി മാറും. അപ്പോൾ ഫെമിനിൻ ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ പ്ലൂരലാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ ഇ എൻ ആയി മാറും എൻ്റെ. സെറ്റല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ബ്ലൂമേ ഒരു എൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എൻ ഓർ ഇ എൻ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ദി ബ്ലൂമേ ദി ബ്ലൂമനായി. നെക്സ്റ്റ് ദസ് നോട്രം വരുമ്പോൾ ന്യൂട്രലായി വരുന്നത്. ഇവിടെ ഒരു കുട്ടിയുടെ പടമാണ് കാണിച്ചേക്കുന്നത്. അത് ന്യൂട്രൽ ആണല്ലോ. ദസ് കിൻഡ് എന്നാണ് പറയുക കുട്ടീനെ. അത് ദി കിൻഡറായി മാറി. ഈ ആറ് നമ്മൾ ദസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉള്ളത് ചേഞ്ച് ചെയ്യുമ്പോൾ, പ്ലൂറലിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആറ് ആഡ് ചെയ്യും. ദി കിൻഡറായി മാറി. സെറ്റല്ലേ? അപ്പോൾ ദസ് വരെയാണെങ്കിൽ നമ്മൾ എൻ്റെ മുന്നിൽ ഈ ആർ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലൂറലാക്കാൻ. നമ്മൾ നേരത്തെ ദസ് വന്നപ്പോൾ ഈ ആർ ആഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അത് എല്ലാത്തിലും ബാധകമല്ല കേട്ടോ. ചിലതുകളിലൊക്കെ നമ്മൾ എസ് ആഡ് ചെയ്യും എൻ്റെ. അത് നമ്മൾ എല്ലാത്തിലും ബാധകമല്ല, മിക്കതും എല്ലാത്തിലും ബാധകമല്ല. എന്നാലും ഭൂരിഭാഗം നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യും. ദസ് ഔട്ട് കാറിന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ദി ഔട്ടോസ് എന്ന് വരും. ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദസ് എന്താണ്? ഇ ആറ് മാത്രമല്ല എസ്സും ആകും എൻഡിൽ. ഇനി എൻഡുങ്ങളില്ലാതെ വരുന്നതുണ്ട്. ലൈക്ക് ഇ ആറ്, ഇ എൽ, ഇ എൻ, സി എച്ച്, ഇ എൻ എൻഡുങ്ങൾ വരെയാണെങ്കിൽ അത് നമ്മൾ പ്ലൂരാലിലാക്കുമ്പോൾ സെയിം ആയിട്ട് തന്നെ വരാം. ലൈക്ക് നമ്മൾ ഇപ്പോൾ ടീച്ചറിന് ദ ലെയറർ എന്നത് ടി ലെയറർ തന്നെയായി മാറുള്ളൂ. വേറൊരു മാറ്റവും ഇല്ല. അത് ഇ ആർ എൻഡും ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെയാണ് വരുന്നത് പ്ലൂരലും. ദ സ്പീഗൽ ദി സ്പീഗൽ തന്നെയാണ്. ദ വാഗൻ ദി വാഗൻ തന്നെയാണ്. ദസ് പ്രോട്ഷ്യൻ ദി പ്രോട്ഷ്യൻ തന്നെയാണ്. ഇനി ഉംലോട്ടുള്ളത് നോക്കാം. നമ്മൾ 3 ഉംലോട്ടുകൾ പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ 3 വരെയാണെങ്കിൽ അത് ഉംലോട്ടിലാക്കി മാറും. ഇത് ഈ വരും, പ്ലൂരലായി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിയർ അഫൽ ആപ്പിൾ, ദി എയ്ഫൽ. ഒന്നിലധികം ആപ്പിൾ വരെയാണെങ്കിൽ ദി എയ്ഫലാണ്. ദർ സോൺ മകൻ, ദി സ്യൂന്. അവിടെ ഓന് ഉംലോട്ട്. ദി ഫെമിനിൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇ ആഡ് ചെയ്യുന്നുണ്ട്. ദാസ് ബുഹ് ദി പ്യൂഷ്. ഇവിടെ നോയിട്രാണ് വന്നേക്കണത്. ബുക്ക് ഒന്നിൽ കൂടുതൽ ബുക്ക് വരുമ്പോൾ നമ്മൾ ഇ ആർ ആഡ് ചെയ്ത് കൊടുത്തു. അതുകൂടാണ്ട് യുവിന് ഉംലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഉംലോട്ട് ഇട്ട് കൊടുക്കേണ്ടതിൽ ഉംലോട്ട് ചേഞ്ച് ചെയ്യുക, പിന്നെ എൻഡുങ്ങൾ ചേഞ്ച് ചെയ്യുക. ഏതാണ് ആർട്ടിക്കിളിൽ വരുന്നത് അതിൻ്റെ എൻഡുങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിനും ബാധകമല്ല, എന്നാലും ഭൂരിഭാഗം ഒക്കെ സെയിം ആണ്. ഇതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യാം. താങ്ക് യു.